എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ? ഏകദേശം എല്ലാവരും ഈ തലവേദന അനുഭവിച്ചവരായിരിക്കും അവരുടെ ജീവിതത്തിൽ. അത് ചെറിയ തലവേദനയായിരിക്കാം, ചില ആൾക്ക് സഹിക്കാൻ പറ്റാത്ത തലവേദനയായിരിക്കാം. ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ തലവേദന കൊണ്ട് ഉണ്ടാകാറുണ്ട്. ചിലർക്ക് നിരന്തരം തലവേദനയായിരിക്കും. ഇനി ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. തലവേദന നമുക്ക് വരുന്നത് ചിലപ്പോൾ നമുക്ക് ഉറക്കക്കുറവ് കൊണ്ട് വരാറുണ്ട്. ചിലപ്പം കൂടുതൽ ഉറങ്ങിയാലും തലവേദനയായിരിക്കും. നമുക്ക് ക്വാളിറ്റി ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ വിശന്ന ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ തലവേദന ഉണ്ടാകാറുണ്ട്. അതുപോലെയാണ് വെള്ളം കുടി കുറഞ്ഞാൽ, തീരെ വെള്ളം കുടിക്കാത്ത അവസ്ഥയിലും ചിലർക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. അതുപോലെയുള്ളതാണ് മാനസികമായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥയിലും നമുക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. കൂടുതലായിട്ട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് നമുക്ക് തലവേദന വരുന്നതാണ്. അതുപോലെ കൂടുതൽ സമയം മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഏത് സ്ക്രീനിലായിക്കോട്ടെ നമ്മൾ കൂടുതൽ സമയം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാകാറുണ്ട്. ഇനി തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് തല മുഴുവൻ ഭയങ്കര കുത്തിപ്പറിക്കുന്ന വേദനയായിരിക്കും. അതിൻ്റെ കൂടെ ലൈറ്റ് നോക്കാൻ പറ്റാത്ത അവസ്ഥയും, പിന്നെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥത തോന്നുകയും ചിലർക്ക് ഛർദ്ദിക്കാൻ തോന്നുന്നതാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. എന്നാൽ സൈനൈറ്റിസ് എന്ന് പറഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ അതിനുള്ള വേദനയാണ് സൈനൈറ്റിസ് ആയിട്ട് പറയുന്നത്. അത് നെറ്റി മുതൽ കണ്ണിന് ചുറ്റും എല്ലാ ഭാഗത്ത് തൊടുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ലൊരു വേദനയായിരിക്കും. ആ സൈനൈറ്റിസ് കൊണ്ടുള്ള വേദന. ഇനി തല ഒരു ബെൽറ്റ് ഇട്ട് മുറിക്കുക പോലത്തെ വേദനയാണെങ്കിൽ അതാണ് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇമോഷണലി ആങ്സൈറ്റിയിലോ ഡിപ്രഷൻ, ഓവർ തിങ്കിങ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുകയും ഇത് കൂടുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യും, ആ വെയിലിലേക്ക് കലരുകയും അങ്ങനത്തെ ഹോർമോൺസ് വെയിലിലേക്ക് കലർന്ന് നമുക്ക് അവിടെ ഒരു സങ്കോചാവസ്ഥയായിട്ട് അത് നമ്മൾക്ക് തലവേദനയായിട്ട് മാറാറുണ്ട്. നിങ്ങൾ സ്വയം ഒന്ന് നിരീക്ഷിച്ച് നോക്കി ഏത് തരം തലവേദനയാണ് നിങ്ങൾക്കുള്ളതെന്ന്. അതിൻ്റെ ബോധ്യം വരുത്തലാണ് ആദ്യം വേണ്ടുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ചില ആൾ ഫിസിക്കലി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ഒരു റെസ്റ്റ് എടുക്കാണ്ട് എങ്ങനെയെങ്കിലും ചെയ്യുന്ന ജോലി തീർക്കണം എന്നുള്ള അങ്ങനെ ഒരുപാട് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ടയേർഡ് ആകുമ്പോഴത്തേക്ക് മെൻ്റലി നമ്മൾ ബ്ലോക്ക് ആയിട്ടാണ് ഉണ്ടാവുക. ഇതിനെയാണ് മെൻ്റൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ക്രോണിക് ഹെഡേക്ക് ഉണ്ടാകും. ചെറിയ അളവിൽ കോർട്ടിസോൾ വേണ്ടതാണ്. ഇനി ഇതിൻ്റെ സൊല്യൂഷനാണ് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഭക്ഷണം വിശക്കുമ്പോൾ കഴിക്കുക. വിശന്ന് കഴിഞ്ഞിട്ട് ചില ആൾക്ക് തലവേദനയായിട്ട് മാറാറുണ്ട്. അതുപോലെ ഉറക്കം, ക്വാളിറ്റി ഉറക്കം എപ്പോഴും ശരീരത്തിന് കൊടുക്കണം. പിന്നെ ഡിജിറ്റൽ ഡീറ്റോക്സ്, അതായത് നമ്മൾ സ്ക്രീനിങ്ങുള്ള സംഭവമൊക്കെ രാത്രി ഒരു 8 മണിക്ക് ശേഷം കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കുക. നമ്മൾ ഉറക്കം വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അന്നേരം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്വാളിറ്റി ഉറക്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ് യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ മറ്റുള്ളവരോട് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നവരോട് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവരോടും പോയിട്ട് സോൾവ് ചെയ്യരുത് പ്രോബ്ലം. പക്ഷേ നമുക്ക് അറിയാം, നമുക്കൊരു മെൻറ്ററോ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രോബ്ലം ഷെയർ ചെയ്യുമ്പോൾ അവരൊരു സൊല്യൂഷൻ അതിന് തരുന്നതായിരിക്കും. പിന്നെ ഇന്ന് ഒത്തിരി ടെക്നിക്ക് ഉണ്ട്, ഹീലിംഗ് മൊഡാലിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇമോഷനിൽ വരുന്ന സ്ട്രെസ്സും ഇതും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്ട്രെസ് ഹോർമോൺസ്, അഡ്രിനാലിൻസ് ഒക്കെ കൂടുതൽ, കോർട്ടിസോൾ പോലുള്ളവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസ്, ഇത്തരം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബാലൻസ്ഡ് ആകും. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, അഡ്രിനാലും കോർട്ടിസോളും ഒക്കെ. പക്ഷേ അത് ആവശ്യത്തിന് മാത്രം. അതിൻ്റെ കൂടുതലായി കഴിഞ്ഞാൽ അത് നമുക്ക് ബോഡിയിൽ രോഗങ്ങളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തലവേദനയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് അക്യുപഞ്ചർ ചികിത്സ എന്നുള്ളത്. മിക്കവരും തലവേദന വരുമ്പോൾ ചായ കുടിക്കുന്നത് പ്രവണതയുണ്ടാവും. ആ തലവേദന മാറാൻ വേണ്ടിയിട്ട് ചായ കുടിക്കും. അത് ചിലപ്പോൾ 1, 2, 3 ആയിട്ട് കുടിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ചെയ്യുന്നതാണ് മെഡിസിൻ കഴിച്ച്, പെയിൻ കില്ലർ കഴിച്ച് തലവേദനയെ ഒതുക്കുക എന്നുള്ളത്. ഇത് ഏറ്റവും നല്ല ശീലമല്ല. നിങ്ങൾക്ക് ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കണ്ട് ആ തലവേദനയുടെ കാരണം
അതായത് കാരണം കണ്ടെത്തി അതിന് ചികിത്സിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ 4 ഗോൾഡൻ റൂൾസ്: വിശക്കുമ്പോൾ മാത്രം ആഹാരം കഴിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക, നന്നായിട്ട് വിശ്രമം കൊടുക്കുക, ശരീരത്തിന് റെസ്റ്റ് വേണ്ടുന്ന സമയത്ത് റെസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെയാണ് ഉറക്കം എന്നുള്ളത്. രാത്രി 9 മണിക്ക് തന്നെ കിടക്കുക. 9 മണിക്ക് 10 മണിക്കുള്ളിൽ നമ്മൾ കിടന്നുറങ്ങിയിരിക്കണം. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ജീവിതശൈലി നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ തലവേദന എന്നുള്ളത്, നിരന്തരം തലവേദന എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സണായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.